ഹായ് എവ്രി വൺ. ഇന്ന് ഞങ്ങള് മറ്റൊരു എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എന്റെ പേര് ആനീസ് മഞ്ജു. ഞാൻ മോൺട്രിയൽ കാനഡയിൽ 24 ഇയേഴ്സ് ആയിട്ട് ഫാമിലിക്കൊപ്പം സെറ്റിൽഡ് ആണ്. എന്റെ പ്രൊഫഷൻ അക്കൗണ്ടിങ് ആണ്. അതോടൊപ്പം ഞാൻ ഈ ബിസിനസ് സൈഡ് ഹസലായിട്ട് കൊണ്ടുപോകുന്നു. വിനീത, can you just introduce? Oh, yeah, sure. Hi, everyone. My name is Vinita. ഞാൻ കാനഡയിൽ വാങ്കൂവർ ആണ്. ഒരു 15 വർഷമായിട്ട് ഹസ്ബൻഡും 3 കുട്ടികളും ഉണ്ട്. പ്രൊഫഷൻ വൈസ് രജിസ്റ്റേർഡ് നഴ്സാണ്. ഇപ്പോൾ ഡിജിറ്റൽ ബിസിനസ് കോച്ചാണ്. സോണിയ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിയ. ഞാനിപ്പം എഡ്മണ്ടണിലാണ്. ബൈ പ്രൊഫഷൻ ഒരു ആക്ട്രസ് ആണ്, ഡാൻസറാണ്. ഇപ്പോൾ ഒരു ഫുൾ ടൈം ബിസിനസ് ഓണറാണ്, മെൻറ്ററാണ്. പിന്നെ മായ. എൻ്റെ പേര് മായ. ഞാൻ ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിലാണ്. ഞാനിവിടെ 18 വർഷമായിട്ട് ഫാമിലി ആയിട്ട് സെറ്റിലായിരിക്കുന്നു. എനിക്ക് 2 കുട്ടികളുണ്ട്. ഞാൻ പ്രൊഫഷണലി ഒരു ഇലക്ട്രോണിക്സ് ടെക്നീഷ്യനാണ്. ഇപ്പോൾ അതിൻ്റെ കൂടെ ഈ ബിസിനസ്സും ചെയ്യുന്നു. ഞങ്ങളുടെ സബ്ജക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് എ സൈഡ് ഹസൽ. അത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ എല്ലാവരും തന്നെ പുറം രാജ്യത്ത് ജീവിക്കുമ്പോ എല്ലാവരും ഭാര്യയും ഭർത്താവും രണ്ടുപേരും ജോലിക്ക് പോകും. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ആണെങ്കിലും ഇപ്പോഴത്തെ ലിവിങ് കോസ്റ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് നമ്മൾക്ക് അതിനും അപ്പുറത്ത് ഒരു എക്സ്ട്രാ ജോലിയും കൂടെ വേണം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് അത് തന്നെയല്ല, മിക്കവാറും തന്നെ ഇപ്പൊ ഒരു സൈഡ് ഹസിൽ ജോലി ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ ഞങ്ങളൊക്കെ തന്നെ ആയാലും എന്റെ പ്രൊഫഷൻ അക്കൗണ്ടിങ് ആണ്, വിനീത RN ആണ്, മായ ടെക്നീഷ്യൻ ആണ്, സോണിയ ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ നമ്മൾക്കൊരു സൈഡ് ഹസിൽ, അതായത് നമ്മൾക്ക് ഇപ്പൊ നമ്മുടെ എക്സ്പെൻസ് ഹൈ ആയിക്കൊണ്ടിരിക്കുന്ന, അതായത് ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് ഹൗസ് മോർട്ട്ഗേജ്, കാറിന്റെ എക്സ്പെൻസ്, കാർ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പെൻസ്, പിന്നെ അതുകൂടാതെ നമ്മുടെ യൂട്ടിലിറ്റീസ്, നമ്മൾക്ക് വീടിന് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസസ്, അതിന് പുറമെ നമ്മുടെ റെഗുലർ മന്ത്ലി എക്സ്പെൻസസ്, ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ സേവിങ്സ് ആയിട്ട് കിട്ടുന്നത് വളരെ കുറച്ചൊരു എമൗണ്ട് മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇപ്പൊ നമ്മളൊക്കെ പുറം രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കൊരു ഫാമിലി വിസിറ്റ് ചെയ്യണം, അവർ എമർജൻസി ആയിട്ട് പോകേണ്ട സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ വി ഡോണ്ട് ഹാവ് എക്സ്ട്രാ എമൗണ്ട് ഫോർ ദാറ്റ് കൈൻഡ് ഓഫ്, അങ്ങനത്തെ ഒരു എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമ്മൾക്കിടയിൽ സേവിങ്സ് ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇറ്റ് ഈസ് എ ഗുഡ് തിങ് ടു ഹാവ് എ സൈഡ് ഹസിൽ. നമുക്ക് ജോലിക്കൊപ്പം തന്നെ ഒരു സൈഡായിട്ട് ഒരു എമൗണ്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇറ്റ് ഈസ് ഒരു നല്ല കാര്യമാണ് ഒരു സൈഡ് ഹസൽ വേണമെന്നുള്ളത്. പിന്നെ പിന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാൻ ഞാൻ വിനീതനെ വിളിക്കുന്നു. Can you just explain more, വിനീത? മഞ്ജു പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു ലിവിങ് സിറ്റുവേഷൻ എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ് ഡെയിലി ബേസിസ്. ഈ ഒരു ഇൻഫ്ലേഷൻ വന്ന് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം ഈ മോർട്ട്ഗേജ് റേറ്റഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ വർക്ക് ചെയ്തെങ്കിൽ എനിക്ക് ഒരു മാസം ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ഹാവ് ടു വർക്ക്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്യുന്ന പോലെ ഒന്നെങ്കിലും മൾട്ടിപ്പിൾ ജോബ്സിൽ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നഴ്സ് ആയതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഓവർ ടൈം ചെയ്യുക അല്ലെങ്കിൽ എക്സ്ട്രാ അവേഴ്സ് ചെയ്യുക. ഇതാണ് ഞാൻ കണ്ടുവന്നിട്ടുള്ളൊരു കാര്യം. അല്ലാതെ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം എങ്ങനെ ഏൺ ചെയ്യണമെന്നൊന്നും ഒരു ധാരണ ഇരുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ജോലിയിൽ ഒരു ഞാൻ ഫുൾ ടൈം ആയിട്ടിരിക്കുമ്പോഴാണ് ഒരു സൈഡ് ഹസലായിട്ട് ഇത് തുടങ്ങാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ കാനഡയിലേക്ക് വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് വരുന്നത്, ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട്. അത്രയും ബാധ്യത വരുത്തി വെച്ച് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനും ഒക്കെ ഇവിടെ ഉള്ളവർക്കറിയാം എന്തെല്ലാം ചാലഞ്ചസും കാര്യങ്ങളുമാണ്. അപ്പോഴും പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് 2 മെറ്റേണിറ്റി ലീവ് വരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ലോൺ ഉള്ളത് അല്ലെങ്കിൽ നമുക്കൊരു കടം ഉള്ളതിലേക്ക് നമുക്കങ്ങനെ കറക്റ്റായിട്ട് അടച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് കൂടുതൽ ഇവിടെ കടങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ലൈൻ ഓഫ് ക്രെഡിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇവിടെ നല്ലപോലെ കടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആ കടങ്ങൾ വീട്ടാൻ എന്തെങ്കിലും എക്സ്ട്രാ ഞാൻ ഏൺ ചെയ്യാതെ എനിക്ക് ആ കടത്തിലേക്ക് ഒരു എന്താ പറയുക കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയാലെന്നുള്ള ഒരു തോട്ടാണ്
എന്തെങ്കിലും സൈഡായിട്ട് തുടങ്ങണം എന്ന് ഞാൻ തീരുമാനിക്കാൻ കാരണം, അത് തീരുമാനിച്ചപ്പോൾ ബീയിങ് എ മോം ഐ ആക്ച്വലി എനിക്ക് വേറെ എക്സ്ട്രാ ജോലി മൾട്ടിപ്പിൾ ജോബ്സിലേക്ക് പോവാതെ അല്ലെങ്കിൽ കൂടുതൽ സമയം ഹോസ്പിറ്റലിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അതേസമയം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമാണ് ഞാൻ നോക്കിയത്. അങ്ങനെയാണ് ഈ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ സൈഡ് ഹസിൽ ഒരു ജോലി നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഗ്രേറ്റ്. അതിനോടൊപ്പം തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സൈഡ് ഹസിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ബി എ സ്മാർട്ട് ഡിസിഷൻ. അതെ, എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമ്മളിപ്പോ ഒരു കൺട്രിയിൽ വേറൊരു കൺട്രിയിലേക്ക് എത്തുമ്പോൾ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഏകദേശം എല്ലാവർക്കും ഒരു മോർഗേജ് ഉണ്ടാവും. അവരവരെ സാലറി, രണ്ടുപേരുടെ സാലറി വെച്ചിട്ട് അതിനനുസരിച്ചായിരിക്കും നമ്മളിപ്പം കാറിനാണെങ്കിലും ഇല്ലെങ്കിൽ ഒരു വീടിനാണെങ്കിലും ഒക്കെ അതിനനുസരിച്ചായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു കാര്യം വാങ്ങുന്നുണ്ടാവുക. അപ്പോൾ അതിനകത്ത് ഒരാളുടെ ഒരു സാലറി ഇല്ലാതിരിക്കും, അത് വല്ലാതെ ബാധിക്കും. അത് നമ്മൾ മോർഗേജ് പേ ചെയ്യാനും കാര്യങ്ങളും. ഇപ്പം പ്രത്യേകിച്ച് കാണുന്നത് നമ്മുടെ ലേ ഓഫ്സ് കുറേ നടക്കുന്നുണ്ട്. അപ്പം ആൾക്കാരൊക്കെ ആ മോർഗേജ് എങ്ങനെ ഉണ്ടാക്കും, അതിനുള്ള കാശ് എവിടെ ഉണ്ടാക്കും, നമ്മൾ അവിടുന്ന് നാട്ടിൽ നിന്നും കാശ് കൊണ്ടുവന്ന് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പേഴ്സണലി കണ്ടിട്ടുണ്ട്. അപ്പോൾ പേഴ്സണലി ഇപ്പം തന്നെ എനിക്ക് എൻ്റെ ഒരു പരിചയമുള്ള ഒരു ഫ്രണ്ട് തന്നെ അവർ മോർഗേജിലേക്ക് ഓടിയും. അപ്പം അവർക്ക് ഒരാൾക്ക് ലേ ഓഫ് ആയി. അപ്പോഴാണ് അവർ ഈ സൈഡ് ഹസലിനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോഴാണ് ഓക്കെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. ഒരു സൈഡ് ഹസൽ ഉണ്ടായിരുന്നെങ്കിൽ അത് അവർക്കൊരു ഹോപ്പാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇങ്ങനെയൊന്നും ഉണ്ട്, നമുക്കൊരു കച്ചിത്തുരുമ്പാണ്. നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്നത് പോലെ, നമ്മൾക്ക് നമ്മുടെ ഭാവിയിലേക്ക് ഒരു ഇൻഷുറൻസ് എടുക്കുന്ന പോലെയാണ് നമ്മളൊരു സൈഡ് ഹസലിനെ എനിക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ഇനി ഒരു ഫ്യൂച്ചറിലാണെങ്കിലും നമുക്കിങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട്. ഓക്കെ, എനിക്ക് പേടിക്കാതെ ഇനി എന്ത് വന്നാലും അത് അങ്ങനെയൊന്നും ഉണ്ട്. ഇപ്പം നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ഓക്കെ, ഇതെനിക്ക് എന്നെ സുരക്ഷിതമാക്കാൻ ഒരു സൈഡ് ഹസൽ ഉണ്ട്, എനിക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും, എൻ്റെ ഓൺ പേസിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സേഫ്റ്റി ഫീച്ചറാണ് ആ ഒരു സൈഡ് ഹസിൽ. ഒരു ഹോപ്പാണ് നമുക്കത് തരുന്നത്, നമുക്കൊരു കച്ചിത്തുരുമ്പാണ് തരുന്നത്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ആ ഒരു സിറ്റുവേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ നമ്മൾ ഇപ്പോഴേ അതിനെപ്പറ്റി ചിന്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും നല്ലതായിരിക്കും. അതിന് നമ്മൾ കുറച്ചൊരു ടൈം സ്പെൻഡ് ചെയ്താൽ മതി. അത് വലിയൊരു സൈഡ് ഹസിൽ നമ്മൾ അതിനു വേണ്ടി കുറേ ടൈം സ്പെൻഡ് ചെയ്യുമോ, അതിനുവേണ്ടി കുറേ എഫേർട്ട് ഇടുവോ, ഒന്നും വേണ്ട. നമുക്ക് നമ്മുടെ മുമ്പിൽ തന്നെ നമുക്ക് എവിടുന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ലീഗലായിട്ടുള്ളൊരു സൈഡ് ഹസിൽ കാണുമ്പോൾ അത് നമുക്കൊരു കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് അത് ചെയ്യാൻ പറ്റും, നമുക്ക് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ഇത് ഹാപ്പിനെസ് തരുന്നതാണ്. ഓക്കെ, ഇപ്പം ഇത് ലേ ഓഫ്സ് നടന്നാലും കുഴപ്പമില്ല, എനിക്കിവിടെ ഒരു സംഭവം ഉണ്ടല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസം, കോൺഫിഡൻസ് ആണ് ആ ഒരു സൈഡ് ഹസിൽ തരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. മായക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്? ഞാനും ഇതിലോട്ട് വരാൻ മെയിനായിട്ട് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, എൻ്റെ അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൻസ് നാട്ടില് പ്രായമായിട്ടിരിക്കുകയാണ്. അവർക്ക് എപ്പോഴും ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കെയർ ആവശ്യമായിട്ട് വരും. അപ്പം നാട്ടിൽ പലപ്പോഴും ഞങ്ങൾക്ക് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇപ്പോഴത്തെ ജോലി എന്ന് പറയുമ്പം നമുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് അധികം ലീവ് ഒന്നും കിട്ടത്തില്ല. അപ്പം സാലറി ലോസ് ഓഫ് പേയിൽ നമ്മൾ നാട്ടിൽ പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇങ്ങനെ ഒരു സൈഡ് ഹസൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പം ഈ കൊറോണയ്ക്ക് ശേഷം ഈ ഓസ്ട്രേലിയയില് കോസ്റ്റ് ഓഫ് ലിവിങ് ഒത്തിരി കൂടിയിരിക്കുകയാണ്. അപ്പം ഒരു വീട് മേടിക്കണമെങ്കിൽ തന്നെ 2 RN ഒരു വീട്ടിലുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തില് ഒരു വീട് മേടിക്കാൻ വളരെ പാടാണ്. അതുപോലെ ഞങ്ങൾ നേരത്തെ വീട് മേടിച്ചവരാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇപ്പൊ മോർഗേജിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒത്തിരി കൂടിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും ജോലി വെച്ചിട്ട് മുന്നോട്ട് പോകാൻ വളരെ പാടാണ്. മാത്രമല്ല, ഞങ്ങളിൽ ആർക്കെങ്കിലും ഒരാള്, രണ്ടുപേരും ജോലി ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ മോർഗേജ് ഒക്കെ അടച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും രോഗം വന്ന് കിടപ്പിലാവോ എങ്കിൽ ചെയ്തു കഴിഞ്ഞാല് ഒരാളുടെ മാത്രം ഇൻകം വെച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു സൈഡ് ഹസൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഒരു കോൺഫിഡൻസ്, അതൊരു കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക്
ഇനി എന്ത് സംഭവിച്ചാലും ഈ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. മാത്രമല്ല ഇനി ഫ്യൂച്ചറിൽ കുട്ടികൾക്കാണെങ്കിലും ഈ ഇങ്ങനെ ഒരു ഇൻകം ഉണ്ട് എന്നൊരു ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായ ഒരു കാര്യമാണ്, ഒരു സൈഡ് ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു എന്താ പറയാ, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് ഇൻകം, അത് എപ്പോ വേണേലും എവിടെ വേണേലും ഇരുന്ന് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ ഇത് പറയുകയാണെങ്കിൽ ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ്, നമ്മൾക്ക് മോർഗേജ് ഒക്കെ പേ ചെയ്യുന്നതിനും ജോലി പോയാലും എല്ലാത്തിനും നമുക്കൊരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ സൈഡ് ഹസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്താ പറയാ, കോവിഡ് കാലത്തൊക്കെ വളരെയധികം ആൾക്കാർ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ജോയിൻ ഇൻ ദിസ് ബിസിനസ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമുക്കൊരു സൈഡ് ഇൻകം വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ ഇത് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. നമുക്കൊരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി. വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് കുറച്ചു നേരം കിട്ടുന്ന സമയത്ത് ചെയ്യാവുന്ന ഒരു ബിസിനസ് ആണ് അത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ ചെക്ക് ഇറ്റ് ഔട്ട്. ഞങ്ങൾ എല്ലാവരും അവൈലബിൾ ആണ്, ആരുടെ വേണേലും കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ 4 പേരിൽ ആരെ കോൺടാക്ട് ചെയ്താലും ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതാണ്. സോ വി ആർ കൺക്ലൂഡിങ് ഹിയർ. താങ്ക് യു സോ മച്ച് എവ്രി വൺ. Have a good day, good evening, good night. Bye-bye. You. Bye.